അന്നേരം എഞ്ചിൻ എങ്ങനെ ഓടിച്ചാലും സ്മൂത്താണ്. നീ പെയ്യെ ഓടിച്ചോ, സ്പീഡിൽ ഓടിച്ചോ, നീ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിച്ചോ, എങ്ങനെ ഓടിച്ചാലും അത് മുടിഞ്ഞ റിഫൈൻഡ് ആണ്. നീ ഫസ്റ്റിലും സെക്കൻഡിലും ഇട്ട് ഫുൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് റെഡ് ലൈൻ അടിക്കാറാകുമ്പോഴത്തേക്ക് ഈ ടാങ്കിൻ്റെ അതിൻ്റെ ഈ ഒരു ചെറിയ പ്ലാസ്റ്റിക് പോർഷനിലും പിന്നെ നിൻ്റെ ഫുഡ് പാക്കിൻ്റെ അവിടെ ഒരു ചെറിയ തരിപ്പ് ഫീൽ ചെയ്യും. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ സാധനം ഇലക്ട്രിക് വണ്ടി ഓടുന്നുള്ളൂ. ഹാൻഡിൽ ബാറിലെങ്കിൽ ഒന്നുമില്ല. ക്ലച്ച് മുടിഞ്ഞ സ്മൂത്താണ്. കുറച്ച് നമ്മുടെ കുഞ്ഞുവിരൽ വെച്ചിട്ട് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഡൗൺ ഷിഫ്റ്റ് ഇപ്പോൾ നല്ല സ്മൂത്താണ്. ഭയങ്കര ക്രിസ്പ് ഗിയർ ബോക്സ് ആണ്. ഓരോ ഷിഫ്റ്റും ഓരോ ഗിയറും വീഴുന്ന നീ അറിയും. നല്ല ആ പോസിറ്റീവ് ഫീഡ്ബാക്കോടെ തന്നെ ഓടിക്കാൻ പറ്റും. ഇടയ്ക്ക് എങ്ങും ഇനി ഫോൾസ് ന്യൂട്രൽ വീഴുക അല്ലെങ്കിൽ ഗിയർ കുറച്ച് സ്ലഗ്ഗിഷായിട്ട് ഫീൽ ചെയ്യുക ഒന്നുമില്ല. സ്മൂത്താണ്, പെർഫെക്റ്റ് ആണ്. ആദ്യത്തെ ഒരു 3 ഗിയർ ഷോർട്ടാണ്. 4th 5th അത്യാവശ്യം ലോങ് ആണ്. 4th 5th നല്ല ലോങ് ആണ്. 5th ലോങ് ആയതുകൊണ്ട് തന്നെയാണ് നിനക്ക് ഈ 90+ ഒക്കെ വേണേൽ ക്രൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കംഫർട്ടബിൾ ക്രൂസാന്ന് ഞാൻ പറയത്തില്ല. കാരണം അവിടെ ഫ്യൂൽ എഫിഷ്യൻസി ഡ്രോപ്പ് വരുന്നുണ്ട് നിനക്ക്. ഞാൻ ഇച്ചിരി ഇത് അഗ്രസീവായിട്ട് ഓടിച്ച സമയത്ത് എനിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 36, 34 റേഞ്ച്. 36, 33, ഹോണ്ടയാണ്. അത് ഹോണ്ടയാന്ന് വെച്ചിട്ടല്ലേ, ഇത് വെറും ഒരു 184cc ആണ്. 17 BHP ഉള്ളൂ. 17 BHP നീ 200ന്റെ BHP പോലെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൈലേജിന് അതിനനുസരിച്ചുള്ള ഡ്രോപ്പ് ഫീൽ ചെയ്യും. 200 പുഷ് ചെയ്യുന്ന വണ്ടികൾ ഇത്ര മൈലേജ് തരുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ആ എഞ്ചിൻസ് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുകയാണ്ട് അതിനത്ര എഫേർട്ട് ഇല്ലാണ്ട് നിനക്ക് പവർ ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സ്പീഡ്സ് അതിന് കുറച്ചും കൂടെ പെട്ടെന്നും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാര്യം അങ്ങനെയല്ല.